وبركاته. സമയം വളരെ അധികരിച്ചുപോയി. നമുക്ക് കാസർഗോഡെത്തണം. അസർ നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കണം. അത് കഴിഞ്ഞ് 5 മണിക്ക് യോഗം തുടങ്ങണം. ഏറ്റവും ബഹുമാനമുള്ള സുൽത്താനുകളും അടക്കമുള്ള മുഴുവൻ പണ്ഡിതന്മാർ, മുശാവറ അംഗങ്ങൾ, സാദാത്യങ്ങൾ, ഉപനായകന്മാരായ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ, പേരോട് മുസ്ലിം അടക്കമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ആദ്യം കാസർഗോഡാണ് എന്ന് നിശ്ചയിക്കുകയും പിന്നീട് തലപ്പാടിയിലാണ് എന്ന് നിശ്ചയിക്കുകയും അൽഹംദുലില്ലാഹ് അവസാനം മഹാനായ സയ്യിദ് മദീനി തങ്ങളുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്തും മഹാനായ താജുൽ ഉലമ കർമ്മഭൂമിയിൽ വെച്ച് തന്നെ താജുൽ ഉലമയുടെ ജീവിതത്തിന്റെ 90% നേതൃത്വം നൽകി പ്രവർത്തിച്ച കർമ്മഭൂമിയിൽ വെച്ചു ഇത് ഉദ്ഘാടനം ചെയ്യാൻ, ഇത് പതാക കൈമാറാൻ സാധിച്ചതിൽ അൽഹംദുലില്ലാഹ് നമുക്കെല്ലാവർക്കും അല്ലാഹുവിനെ സ്തുതിക്കാം. ഇവിടെ കാണുമ്പോൾ എ.പി. ഉസ്താദിന്റെ ഒരു കർണാടക യാത്രയുടെ പതാക കൈമാറലാണോ എന്ന് തോന്നിപ്പോകുന്നു. അത്രയും അധികം ഇവിടെയുള്ളത് എന്റെ കണക്കില് 90% കർണാടകക്കാർ തന്നെ. മലയാളക്കാരെല്ലാം ഇൻഷാ അല്ലാഹ് അവരെ ചെറുക്കളിൽ ഒരുമിച്ചു പോകും. ഒരു പേടിയില്ല. അങ്ങനെ താജുൽ ഉലമന്റെ അതുപോലെ കുറത്ത് കോയമ്പത്തങ്ങൾ അവരൊക്കെ മരണപ്പെട്ടു. അവരുടെ ആ ഒരു ആത്മീയമായ സഹകരണം നമ്മളുണ്ടാകും. ഹയാത്തുള്ള സയ്യിദ്മാരുണ്ട്, മഹാനായ ബിജുക്കത്തങ്ങൾ, മസൂദങ്ങൾ, എല്ലാവരുമുണ്ട്. എല്ലാവരും സഹകരണം. ഒരു സംഭവം മാത്രം ഉണർത്തി ഞാൻ നിർത്തുകയാണ്. നമ്മളുടെ എറണാകുളം സമ്മേളനത്തിന്റെ സമയത്ത്